അടുത്ത കാര്യം എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ആണ്. സ്മാർട്ട് ഷട്ട് ഡൗൺ ആണ്. നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ ഷട്ട് ഡൗൺ ചെയ്യാം. നമ്മളിപ്പോൾ വണ്ടിയിലെ താക്കോല് വെച്ച് മറന്നു, ആരെങ്കിലും വണ്ടി എടുത്തിട്ട് പോയി, നമുക്ക് വണ്ടി പക്ഷേ ലോക്ക് ചെയ്യാം. പക്ഷേ വണ്ടി അയാൾ ഓട്ടിക്കാൻ പാടില്ല. നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമ്മുടെ ഏഥറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഫോണിൽ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയിൽ മെസ്സേജ് ചെല്ലും, വണ്ടി ഫുള്ളായിട്ട് ലോക്ക് ആവും. ആ എടുത്തുകൊണ്ട് പോയ ആൾക്ക് വണ്ടി അനക്കാനോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്മാർട്ട് ഷട്ട് ഡൗണും ഇതിനോടൊപ്പം ഉണ്ട്. സ്മാർട്ട് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി, പക്ഷേ കുറേ നാൾ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഷട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പിൽ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗണും ചെയ്യാൻ പറ്റും. അങ്ങനെ ലോട്ട്സ് ഓഫ് ഫീച്ചറുമായിട്ടാണ് ഏഥർ വന്നിരിക്കുന്നത്. പിന്നെ ഫൈനലായിട്ട് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഏഥറിന്റെ ഡാഷ്ബോർഡിലെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബാർ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് ക്രിക്കറ്റ് സ്കോർ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, നമ്മൾ സ്റ്റാക്ക് 7 അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിൽ ഒരു ചേസസ് വെച്ചിട്ട് ഏഥർ 3 വണ്ടികളാണ് ഇറക്കിയിരിക്കുന്നത്. ഈ 3 സ്കൂട്ടറുകളിലും ഒറ്റ ചേസ് ആയിരിക്കും. ആ ഒരു ചേസിൽ വന്നിരിക്കുന്ന ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ വണ്ടിയുടെ ആ എർഗണോമിക്സ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വണ്ടിയുടെ മോഡലിനനുസരിച്ചാണ് മാറ്റിയിരിക്കുന്നത്. അതാണ് പ്ലാറ്റ്ഫോം. അതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അത് ഏഥറിന്റെ പേജിൽ തന്നെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾ 10,000 കിലോമീറ്ററിലായിരിക്കും സർവീസ് വരുന്നത്. സാധാരണ നോർമലി ഏഥർ സർവീസ് ചെയ്യുന്നത് ഓരോ 5,000 കിലോമീറ്ററിലാണ് നമ്മുടെ ഏഥറിന്റെ സർവീസ് വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള സ്കീമാറ്റിക്സും ഫിസിക്കൽ ഇലക്ട്രോണിക്സും ആണ് മാറിയിരിക്കുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് ടെക്നോളജി ഫീച്ചറാണ്. എല്ലാവരും ആഗ്രഹിച്ച ഒരു ഫീച്ചറാണ് നമ്മുടെ ഏഥറിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലായിട്ട് ഏഥർ ആ ഒരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓൺ ഏഥർ. വോയിസ് ഓൺ ഏഥർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയോട് സംസാരിക്കാം. അതെങ്ങനെയെന്നല്ലേ, റീസെന്റ് ഏഥർ 2 ഹെൽമെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഹാലോയും ഹാലോ ബിറ്റും. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാലോയും ഹാലോ ബിറ്റും നമുക്ക് വിയർ ചെയ്തുകൊണ്ട് അതിന്റെ കണക്ടിവിറ്റി ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യുന്നത്. വോയിസ് ഓൺ ഏഥർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയോട് തന്നെ സംസാരിക്കാം. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, ജസ്റ്റ് വണ്ടിയിൽ 1 ക്ലിക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയോട് സംസാരിക്കാം എവിടെയാണ് പോവേണ്ടത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതാ 1 ക്ലിക്ക് ഇൻഡിക്കേറ്റർ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടിയോട് പറയണം മാപ്പ് മീ ടു ഏഥർ സർവീസ് സെന്റർ നിയർ മീ. വണ്ടി തന്നെ നമ്മളെ നിയറസ്റ്റ് ഏഥർ സർവീസ് സെന്ററിലേക്ക് എത്തിക്കാനുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതാണ് വോയിസ് ഓൺ ഏഥർ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടിരുന്ന എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഏഥറിന്റെ ഭാഗത്ത് നിന്നൊരു ഇലക്ട്രിക് ബൈക്ക് ഇറക്കണം എന്നുള്ളത്. ഇലക്ട്രിക് ബൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു കൺസെപ്റ്റ് മാത്രമാണ്. ജസ്റ്റ് ഇനി കസ്റ്റമർ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരും കാര്യങ്ങളും കണക്കിലെടുത്തായിരിക്കും വീണ്ടും ഇതിന്റെ റീബിൽഡ് തുടങ്ങാൻ പോകുന്നത്. ഏകദേശം ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. വണ്ടിയുടെ പേര് ഏഥർ റിഡക്സ്.